ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ദ്വാരപാലക ശില്പപീഠം കാണാതായെന്ന പോറ്റിയുടെ പറച്ചിലിൽ തുടങ്ങിയ വിവാദമാണ് സ്വർണ്ണക്കൊള്ളയുടെ ഉള്ളറകൾ മലയാളികൾക്ക് തുറന്നുകൊടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും കെ എസ് ബൈജുവും ഒന്നിനു പിറകെ ഒന്നായി അകത്തു പോകുമ്പോഴും അതിലൊരു രാഷ്ട്രീയ നിറമുണ്ടായിരുന്നില്ല. 2 തവണ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനവും വാസുവിലേക്ക് എത്തിയത് CPM-ന്റെ അതിവിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ്. ആ വാസുവിന്റെ കാലത്താണ് സ്വർണം പൂശിയത് എന്നത് ഒഴിവാക്കി ചെമ്പുപാളി എന്ന കത്തു നൽകിയത്. ആ വാസുവിന്റെ കാലത്താണ് സ്വർണ്ണപ്പാളി രേഖാമൂലം ചെമ്പായി മാറിത്തുടങ്ങിയത്. ആ വാസുവിന്റെ കാലത്താണ് സ്വർണ്ണപ്പാളികൾ കേരളത്തിന്റെ പുറത്തു കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങിയത്. ആ വാസുവാണ് കുറ്റപത്രം കൊടുത്തില്ല എന്ന ഒറ്റക്കാരണത്താൽ ഇന്ന് പുറത്തിറങ്ങുന്നത്. ഇതിനിടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ നഷ്ടക്കണക്ക് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 1-2 3,40,00,000 രൂപയാണ് നഷ്ടം. 5-ാമനും ഇറങ്ങിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 5-ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നത്. 5-ാമത്തെ പ്രതി എന്ന് പറയുമ്പോൾ CPM-ന്റെ ഭാഗമായി നിന്നിരുന്ന N വാസു പുറത്തേക്കിറങ്ങുന്നു. ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് CPIM പുതിയൊരു നിലപാട് പറയേണ്ടതില്ലല്ലോ. CPIM-ന്റെ നിലപാട് തുടക്കം മുതൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ അയ്യപ്പൻ്റെ സന്നിധിയിലെ ഇത്തരം മോഷണം തട്ടിപ്പുകൾ ആരാണോ നടത്തിയിട്ടുള്ളത് അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. നിയമത്തിൻ്റെ മുമ്പിൽ വന്നാൽ മാത്രം പതിയെന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്, ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനാവശ്യമായ അന്വേഷണം നടത്തി കൊണ്ടുപോകണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട്. ഇതുവരെയുള്ള ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നവരെയുള്ള മുഹൂർത്തത്തിൽ ഹൈക്കോടതി ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തെ കൃത്യമായും മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഞങ്ങൾ പറയുന്നതല്ല, CPM പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വന്നപ്പോൾ 2 ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളിത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ തന്നെയാണ് അത് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിൽ, സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ ഹൈക്കോടതിക്കൊരു ആശങ്കയുമില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ ആളുകൾക്ക് ആശങ്കയുണ്ടാകാം. പക്ഷേ ഈ കേസ് തുടക്കം മുതൽ അന്വേഷിച്ചു വരുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. ഒരു കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ എളുപ്പമല്ല. ഏതാണ്ട് ഒരു 30 വർഷത്തിലേറെ പഴക്കമുള്ള ശബരിമലയിലെ ഈ വിഷയങ്ങളാകെ ബന്ധപ്പെട്ട സങ്കീർണതകളുള്ള ഒരു കേസിൻ്റെ കാര്യങ്ങൾ നടത്തുക, അതുകൊണ്ട് കുറ്റപത്രം ചിലപ്പോൾ വൈകിയേക്കാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. ഇവിടെ CPM-ന്റെ പ്രതിനിധിയായ ഞാൻ പറയുന്നതല്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഞങ്ങളിപ്പോൾ കാണുന്നില്ല. ശരി, ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പന്റെ സ്വർണം കട്ട, ഒരു തരി സ്വർണം കട്ടവരും ശിക്ഷിക്കപ്പെടണമെന്ന ശക്തമായ നിലപാടുള്ള പാർട്ടി ഇപ്പോൾ സ്വർണം കട്ടു എന്ന ആരോപണമുള്ള അല്ലെങ്കിൽ കേസിൽ പ്രതികളായ N വാസുവിനും ഒപ്പം തന്നെ പത്മകുമാറിനും പാർട്ടിയിൽ തുടരാൻ അനുമതി നൽകുന്നത് എന്തുകൊണ്ടാണ്? അതും CPIM സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ പലതവണ സ്മൃതി ഉൾപ്പെടെ ഉള്ള മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഘട്ടത്തിൽ എടുത്തിരിക്കും പാർട്ടി. അവരാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലുള്ളതെങ്കിൽ, അവരാണ് ഈ സ്വർണ്ണ തട്ടിപ്പിനെല്ലാം കൂട്ടുനിന്നിട്ടുള്ളതെങ്കിൽ, അവരാണ് ഈ തട്ടിപ്പിന്റെ എല്ലാം ആശാമാരും ആസൂത്രകരുമെങ്കിൽ ഒരു സംശയവും വേണ്ടല്ലോ. CPIM-നെ കുറിച്ച് അറിയാവുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു തർക്കവും സംശയവും ഉണ്ടാകില്ല. അവർക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ വന്നിരിക്കും. അതിലൊന്നും ഒരു തർക്കവും CPM-നില്ല. ശ്രീ VPP മുസ്തഫ, നിങ്ങൾക്ക് SIT-യിൽ വിശ്വാസം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ വിശ്വാസം, അപ്പോൾ SIT കണ്ടെത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്ന പ്രതികളിലും വിശ്വാസം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ.
SIT വിശ്വാസമുണ്ട്, ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്, അന്വേഷണം നേരായ വഴിക്കാണ് നടക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ ഇന്ന് വരെ ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ ഈ കാലയളവിൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇല്ല, ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് മാറി ഇപ്പൊ ഹൈക്കോടതിയിൽ വിശ്വാസമില്ല, SIT വിശ്വാസമില്ല, വേറെ പോകണം എന്നൊക്കെ, വേറെ അന്വേഷണ ഏജൻസി വരണം എന്നൊക്കെ പറയുന്നത് ആരാണ് എന്ന് നമുക്കറിയാലോ. ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് വാസു അറസ്റ്റിലാകുമ്പോൾ, പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഹുയെ വിളിച്ച് ഇതാണ് ശരിയായ അന്വേഷണം, ഗംഭീരമാണ് അന്വേഷണം എന്ന് പറഞ്ഞവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലപാടുകൾ മാറ്റുന്നുണ്ട്. ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ആരെങ്കിലും അമിതമായി വിശ്വസിക്കുകയോ ആരെങ്കിലും തള്ളി പറയുകയോ ചെയ്തിട്ടില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ വിശ്വാസികൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നതും പാർട്ടിക്ക് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമവും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രതികൾ എല്ലാവരും തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്ന് കോടതി പറഞ്ഞോട്ടെ, അത് കോടതിയുടെ നടപടികൾ എടുക്കുമ്പോൾ അത് പറയട്ടെ. പക്ഷേ പ്രതികൾ ഓരോന്നായി പുറത്തേക്ക് പോകുമ്പോൾ അത് പുറമേ ഈ പറയുന്ന വിശ്വാസികൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത് പാർട്ടിയുടെ ആശങ്കയല്ലേ? പ്രതികളായി ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു, അതിൽ പാർട്ടിയുടെ ആളുകളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് അതിന്മേൽ പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാമെന്ന് പാർട്ടി പറയുമ്പോൾ കുറ്റപത്രം വൈകുകയും ചെയ്യുന്നു. ആകെ കൂടി ഒരു ഒത്തുകളി മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിഷേധിക്കുക? ഈ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ട് വേണം നിഷേധിക്കാൻ, വെറുതെ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, അതിന്റെ ഒത്തുകളി നടക്കുന്നില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും നിയോഗിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വിഷയം തന്നെ ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും ഏകകണ്ഠമായി നിരീക്ഷണങ്ങളും ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല ഇതുവരെ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ടിൽ ദ ഡേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത്. ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്ത് നടക്കുന്ന ബാഹ്യമായ ബഹളങ്ങളിലും സമ്മർദ്ദങ്ങൾക്കും നിങ്ങൾ വിധേയപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് SIT ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ കേരളത്തിൽ ഇത് സംബന്ധിച്ച ചില പരിശോധനകൾ നടത്താനുള്ള സംവിധാനമില്ല നമ്മുടെ നാട്ടിൽ. പുറത്തുള്ള ചില ഏജൻസികളിലേക്ക് പോകണം. അതിനുള്ള അനുമതി ഉൾപ്പെടെ ഹൈക്കോടതിയല്ലേ കൊടുക്കുന്നത്. ഹൈക്കോടതി അതുകൊണ്ടല്ലേ അടിവരയിട്ട് പറയുന്നത് ഒരു കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ എളുപ്പമല്ല, സങ്കീർണമായ ഈ കേസിൽ. അതുകൊണ്ട് വളരെ എളുപ്പം കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി കഴിയില്ല പറയുന്നു ഹൈക്കോടതി. സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് പക്ഷേ പ്രതികൾ ജാമ്യ ഹർജിയുമായി ചെല്ലുമ്പോൾ പറയുന്ന പരാമർശങ്ങൾ SITക്ക് വിമർശനമാണ്. SIT ചില സമയത്ത് മുടന്തുന്നു എന്ന് പറയുന്നുണ്ട്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന് കോടതി സിംഗിൾ ബെഞ്ചിന് സംശയമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിനെ മാത്രം വിശ്വാസം പാർട്ടിക്ക് എന്നാണോ? അല്ല, സിംഗിൾ ബെഞ്ച് അല്ലല്ലോ ഈ കേസിന്റെ മോണിറ്ററിംഗ് നടത്തുന്നത്. സ്മൃതി അല്ല, കേസ് ഡയറി വായിക്കാനാവുക ജാമ്യ ഹർജി നോക്കുന്ന ബെഞ്ചിനായിരിക്കും കേസ് ഡയറി പരിശോധിക്കാനാവുക. അല്ല, സിംഗിൾ ബെഞ്ചിനേക്കാൾ അല്ലല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുതേ. സിംഗിൾ ബെഞ്ചിന്റെ ഒന്ന് സിംഗിൾ ബെഞ്ചിനേക്കാൾ പവർ ഉള്ളതാണ് ഡിവിഷൻ ബെഞ്ച്. 2 ദേവസ്വം ബോർഡിന്റെ ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എത്രയോ കാലമായിട്ട് ഇടപെടുന്നത് ദേവസ്വം ബെഞ്ചാണ് എന്ന് മാത്രമല്ല, കേസ് ഡയറി മാത്രമല്ലല്ലോ, ഈ SIT ഓരോ ആഴ്ചയിലും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ കൊടുക്കുകയല്ലേ. കേവലം കേസ് ഡയറി മാത്രമല്ല, ഓരോ ആഴ്ചയിലെയും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഉണ്ട്. ശരി, അപ്പോ അതാണോ ശരി? അതല്ല, ഇടയ്ക്ക് വരുന്ന 1-2 ജാമ്യ ഹർജികളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള നിരീക്ഷണമാണോ ശരി? ഏതാണ് കുറെ കൂടി വസ്തുതാപരം എന്ന് സ്മൃതി തന്നെ പറഞ്ഞോളൂ. ശരി, ഞാൻ മനസ്സിലാക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന് ഈ കേസ് ഡയറി പരിശോധിക്കാൻ ഇപ്പോൾ അധികാരമില്ല, അല്ലെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്, നേരത്തെയുള്ള വിധികൾക്ക് വിരുദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേസ് ഡയറി പരിശോധിക്കുകയില്ല, ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്നില്ല. കേസ് ഡയറി പരിശോധിക്കുമ്പോഴാണ് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ചിന് നോക്കാൻ കഴിയുക? കേസ് ഡയറി പോലും നോക്കാൻ കഴിയാത്ത ഒരു ഡിവിഷൻ ബെഞ്ചിന് ഓരോ ആഴ്ചയിലും ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ സമർപ്പിക്കുന്ന അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് നോക്കാനും അതിനെ ആസ്പദമാക്കിയിട്ട് തങ്ങളുടെ നിരീക്ഷണവും ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കാൻ പറ്റുമോ?
ശരി. അപ്പൊ എല്ലാ അധികാരവുമുള്ള ഡിവിഷൻ ബെഞ്ച് തന്നെയല്ലേ അത്? ശരി. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, നിങ്ങൾക്കാണ് നിലപാടിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. CPM നഗരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ UDF-ന്റെ കാലത്തെ ബോർഡിലെ ആ സമയത്തെ ചില ക്രമക്കേടുകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. SIT അല്ല എങ്കിലും അത് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കാലത്തുണ്ടായത് ക്രമക്കേട് കൂടി അന്വേഷിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വെപ്രാളമുണ്ടാകുന്നത് എന്നതിന് എന്താണ് പ്രതികരണം? ആർക്കാണ് വെപ്രാളം? ഒന്ന്, ഞങ്ങളുടെ കാലത്തെ കൊടിമരത്തിൻ്റെ കേസാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരാളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല. അഡ്വക്കേറ്റ് കമ്മീഷണറിനും ദേവസ്വം കമ്മീഷണറും ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര സ്വർണം കിട്ടി, ആര് നൽകി എന്ന് രേഖപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങളുടെ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കട്ടെ. ഇനി അത് അന്വേഷിക്കാൻ വേണ്ടി ഇവർക്ക് ഈ പറയുന്ന SIT പോരാ, ഇനി മൊസാദിനെയോ റോയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുകയാണ്. നോക്കൂ, ഇന്ന് പുറത്തിറങ്ങിയ N വാസു, കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, ഇപ്പോഴും അവിടുത്തെ LC മെമ്പർ പത്മകുമാർ, ഇപ്പോഴും അവിടുത്തെ DC മെമ്പർ N വിജയകുമാർ, മുൻ DC മെമ്പർ അടക്കമുള്ള CPM-ന്റെ ഒരു ഡസൻ നേതാക്കൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? സ്മൃതി, ആദ്യം സെഷൻസ് കോടതി, രണ്ടാമത് വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, 4 പ്രധാനപ്പെട്ട കോടതികൾ, ഇന്ത്യയിലെ ഉന്നത നീതിപീഠം തന്നെ ജാമ്യം തള്ളിക്കളഞ്ഞൊരു കേസിൽ എങ്ങനെയാണ് ഈ കൊള്ളക്കാർക്ക്, ഈ അമ്പലം വിഴുങ്ങികൾക്ക് ജാമ്യം കിട്ടിയത്? ആ ജാമ്യം കിട്ടിയത് 90 days സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ഭരണഘടനയിലെ BNS-ലെ ഒരു ലൂപ്പ് ഹോൾ, ഞങ്ങൾ അഭിഭാഷകരൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ലൂപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണ്. പോറ്റിക്ക് ആരെങ്കിലും വാക്ക് കൊടുത്തിരുന്നോ 90 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തങ്ങളെ വെളിയിൽ ഇറക്കിക്കോളാമെന്ന് എന്ന് സംശയിക്കേണ്ടി വരും. ഏതെങ്കിലും സ്പെഷ്യൽ ദൂതൻ മുഖേന സർക്കാർ ഈ ജുഡീഷ്യൽ റിമാൻഡിലുള്ള പോറ്റിക്ക് അധികം സംസാരിക്കരുത്, 90 ദിവസത്തിനുള്ളിൽ അങ്ങ് വെളിയിലിറങ്ങും എന്ന വാക്ക് കൊടുത്തിരുന്നോ എന്ന കണക്കിനാണ് SIT-യുടെ ഇൻവെസ്റ്റിഗേഷൻ പോയത്. ആദ്യം കുതിരയെ പോലെ ഓടിയ SIT പിന്നീട് ആമയെ പോലെ ഇഴയുന്നത് നമ്മൾ കണ്ടില്ലേ? എന്തായിരുന്നു ഈ കേസിന്റെ ക്രൊണോളജിയുടെ പ്രശ്നം? ആദ്യം പോറ്റി അറസ്റ്റ് ചെയ്യുന്നു. പോറ്റിയാണ് ആരെ ചൂണ്ടിക്കാണിക്കുന്നത്? വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പോറ്റിയുടെ മൊഴിയുടെ ബേസിസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പോറ്റിയുടെ വാസുവിൻ്റെ മൊഴി എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണ് SIT പത്മകുമാറിലേക്ക് എത്തുന്നത്. പത്മകുമാർ പറഞ്ഞതിന്റെ പുറത്താണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ N വിജയകുമാർ അറസ്റ്റിലാവാനുള്ള കാരണം ഈ 3 പേരുടെയും മൊഴിയാണ്. അപ്പോൾ പോറ്റി വെളിയിലിറങ്ങിയാൽ ആ മൊഴികൾ സ്വാധീനിക്കപ്പെടും. വെളിയിലുള്ള ഉന്നതർ അവർ ഒരുപക്ഷെ പോറ്റിയോട് ഇനി അധികം സംസാരിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറിച്ച് സംസാരിക്കാൻ ഓഫറുകൾ കൊടുക്കുമോ എന്നത് നമ്മൾ സംശയിക്കണം. കാരണം ഈ കേസിന്റെ നാൾവഴികളിലെല്ലാം പോറ്റി അടക്കമുള്ള പ്രതികളുടെ മൊഴിയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. പോറ്റി അടക്കമുള്ള പ്രതികളുടെ മൊഴിയാണ് ഈ കേസിന്റെ മൈൽ സ്റ്റോൺ. അപ്പോൾ ആ മൊഴികൾ ബാഡ് ചെയ്യപ്പെടാൻ, ആ മൊഴികൾ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത അവർ വെളിയിൽ വരുമ്പോഴുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചർച്ച ചെയ്യണ്ടേ? ഈ അയ്യപ്പനെ മാത്രമല്ല, അങ്ങ് പറയുന്ന ആശങ്ക ദേവസ്വം വിജയൻ എന്താണ് തോന്നാത്തത്? അല്ല, അവിടെയാണ് പ്രശ്നം. നേരത്തെ അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അങ്ങ് നേരത്തെ അത് പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിനെ ഇവർക്ക് വിശ്വാസമാണ്, മറ്റേ ബെഞ്ചിനെ പറ്റില്ല. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ബെയിൽ പരിഗണിക്കുന്ന ബെഞ്ച് തന്നെയാണ് കേസ് ഡയറി പരിശോധിക്കുക. കേസ് ഡയറി പരിശോധിച്ചുകൊണ്ട് ബെയിൽ തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച വിധി 92 പേജാണ്. ആ 92 പേജിൽ 13 തവണയാണ് ബിഗ് ഗൺസ് എന്ന് കോടതി പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരപ്പിൽ പോയി വലയിട്ട് മത്തിയേയും കിരിയാനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? ആഴങ്ങളിലേക്ക് പോകും, സ്രാവിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ്. ആ ബെഞ്ച് അങ്ങനെ ഒരു വിധി, ഈ 92 പേജുള്ള വിധി വന്നപ്പോൾ CPM-ന് അത് പറ്റില്ല, അവർക്കത് ഓഹോയാണ്, ഞങ്ങളത് ഏറ്റെടുക്കില്ല. എന്നാൽ ദേവസ്വം ബെഞ്ചിൽ നിന്നൊരു വിധി വരുന്നു. ആ വിധി വരുമ്പോൾ ഓഹോ അത് ഓക്കെയാണ്, അടിപൊളിയാണ് എന്ന് പറയാണ്. നോക്കൂ, ഈ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കേസിൽ സിംഗിൾ ബെഞ്ച് തള്ളിയ കേസ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലാണ് ആ ഡിവിഷൻ ബെഞ്ചിന് സിംഗിൾ ബെഞ്ചിനേക്കാൾ പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്, ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജാമ്യം പരിഗണിക്കേണ്ടി വന്നത് സിംഗിൾ ബെഞ്ചാണ്. ആ സിംഗിൾ ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ മുടന്തുകയാണ്, നിങ്ങളുടെ അന്വേഷണം ഇങ്ങനെയൊന്നും പോരാ എന്ന കണക്കിന് വർത്താനം പറഞ്ഞത്. അപ്പോൾ CPM-ന് അത് പറ്റില്ല. ഇനി ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമാണ് എന്ന് ചോദിച്ചാൽ 90 ദിവസം വരെ അത് പറഞ്ഞിരുന്നില്ല എന്ന് സ്മൃതി മനസ്സിലാക്കണം.
90ാമത്തെ ദിവസം വരെ അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ, അവർ തന്നെ പറഞ്ഞു വിട്ട അന്വേഷണ സംഘത്തിന്റെ മൊറയിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് ആ ബെഞ്ചിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു അന്വേഷണ ടീമിനെ പറഞ്ഞു വിട്ടിട്ട് അവരോട് നിങ്ങൾ അന്വേഷണം ഒന്നും പോരാ, 90 ദിവസം വരെ അവരിൽ വിശ്വാസം പ്രകടിപ്പിച്ചില്ലല്ലോ. 90 ദിവസം വരെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞില്ലേ? 90ാമത്തെ അന്വേഷണം ശരിയായ ദിശയിലാണ്, നേരെ പോകുന്നു എന്നൊക്കെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേരത്തെ ശ്രീ VPP മുസ്തഫ പറഞ്ഞതുപോലെ കേസ് ഡയറി പരിശോധിച്ചില്ല എങ്കിലും ഇടക്കാല റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടല്ലോ. ഇടക്കാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഉത്തരവുകളും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ദേവസ്വം ബെഞ്ച് അറിയുന്നുണ്ട് എങ്ങോട്ടാണ് അന്വേഷണം പോകുന്നത്, ഏത് രൂപത്തിൽ പോകുന്നു. നമ്മൾ അറിയാത്ത സത്യങ്ങൾ ദേവസ്വം ബെഞ്ചിന് അറിയാമെങ്കിലോ? അവിടെയാണ് പ്രശ്നം. അവിടെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു മൈൽ സ്റ്റോൺ കേസ് ഉണ്ട്, വിൻവാസോ കേസ് എന്നാണ് അതിന്റെ പേര്. ആ കേസിൽ 300ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചില്ല. 2025 ഒക്ടോബറിലാണ് ആ കേസിലെ വിധി വരുന്നത്. 300ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി, ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ വൈകി എന്ന പേരിൽ ആ കേസ് തന്നെ FIR തന്നെ കോടതി കോഷ് ചെയ്ത് കളഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആ ബെഞ്ച്, ഈ ബെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ മൈൽ സ്റ്റോൺ വിധികൾ പരിശോധിക്കണം. ആ വിധികളുടെ പ്രത്യേകത എന്താ? ചാർജ് ഷീറ്റ് വൈകുമ്പോൾ 90ാമത്തെ ദിവസം വൈകിയാൽ BNS പ്രകാരം എന്തുണ്ടാവും? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടും. ഇനി അത് 300ഉം 400ഉം ദിവസങ്ങളിലേക്ക് കടന്നുപോയാൽ FIR കോഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ പോറ്റിക്ക് ഗ്രൗണ്ട്സ് ഉണ്ടാവും. അതാണ് നിയമം. അങ്ങനെ ആ ഗ്രൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട്, നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് പോറ്റിക്ക് FIR കോഷ് ചെയ്ത് കളയാൻ പറ്റുമെന്നേ. ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തപ്പെടുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. നോക്കൂ, പോറ്റിയെ പോറ്റുന്നത്, വാസുവിനെ വാഴിക്കുന്നത്, അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റുന്നത്, അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇടത് സർക്കാരാണ് എന്ന് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കാണ് മനസ്സിലാവാത്തത്? ആർക്കാണ് അതിനകത്ത് വ്യക്തത ഇനി കൂടുതലായി വേണ്ടത്? അപ്പോൾ വാസു അടക്കമുള്ളവരെ, CPM-വുമായി ബന്ധപ്പെട്ടവരെ അവർ സംരക്ഷിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് VPP എന്ന് പറഞ്ഞ എന്താ? ഞങ്ങൾ സമയമാവുമ്പോൾ പുറത്താക്കും. ഞങ്ങളെ പറ്റി അറിയാവുന്നവർക്ക് അറിയാമല്ലോ. എന്താ നിങ്ങളെ പറ്റി അറിയാവുന്നത്? കോടതി വിധി വന്നതിന് ശേഷം മണ്ടൻ, ശുംഭൻ എന്ന് വിളിച്ച് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി വന്നാൽ അത് ശുംഭനായ കോടതി ആയതുകൊണ്ടാണ് ആ വിധി വന്നത് എന്ന് പറയുന്നവരാണ് നിങ്ങൾ. പാർട്ടിക്ക് സ്വന്തമായി കോടതി ഉണ്ടെന്ന് പറഞ്ഞ് ഈ തൂക്കുകട്ടയും എടുത്ത് അളക്കാൻ, അതായത് തീവ്രത അളക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കമ്മീഷനുള്ള പാർട്ടിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ പറ്റി ഞങ്ങൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് ഈ കേസിൽ ഇനി നിങ്ങളിപ്പോൾ വാഴ്ത്തിപ്പാടുന്ന ദേവസ്വം ബെഞ്ചുണ്ടല്ലോ, ആ ബെഞ്ചിൽ നിന്ന് നാളെ ഇവർക്കെതിരായ ഒരു വിധി വന്നാൽ അപ്പോൾ ഈ ദേവസ്വം ബെഞ്ച് ഇവർക്ക് ഇഷ്ടക്കാരല്ലാതായി മാറും. അവരെ വിമർശിക്കാൻ തുടങ്ങും, അവരുടെ മേൽ കുതിര കയറാൻ തുടങ്ങും. ഭാഗമാക്കേണ്ട കാര്യമല്ല എങ്കിലും ഈ തീവ്രത അളക്കലൊക്കെ ഇനി പറയുന്നത് നിർത്തേണ്ട സമയമായെന്ന് തോന്നുന്നു. പാലക്കാട് നിന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ആ പ്രയോഗമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിർത്തേണ്ടി വരും. ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ N വാസു ഇറങ്ങിയിരിക്കുന്നു. പത്മകുമാറും വൈകാതെ ഇറങ്ങും എന്നുള്ള സൂചനകളുണ്ട്. പത്മകുമാറിനും ഈ 90 ദിവസമാകാൻ അധികം കാക്കേണ്ടതില്ല. ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും 90 ദിവസം പൂർത്തിയാകും. അതിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ പുറത്തിറങ്ങൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ കോടതി SIT-യിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയൊന്നും മിണ്ടേണ്ടതില്ല എന്ന അർത്ഥമുണ്ടോ? കോടതി SIT-യിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറയുമ്പോൾ പോലും കോടതി പറയുന്നൊരു കാര്യമുണ്ട്. ഇത് സാധാരണ കേസല്ല, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണം ഈ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുക്കുക എന്ന ഒരു സാങ്കേതിക കാര്യത്തിലേക്ക് പോകേണ്ടില്ല. കാരണം അവർ അത്രയും കാര്യം വെച്ചുകൊണ്ട്, അന്വേഷിച്ച കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടൊരു കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രതികളെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പിടിക്കപ്പെടേണ്ട പ്രതികൾ പിടിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടാകും. അതാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ കോടതിയുടെ സിംഗിൾ ബെഞ്ചാണോ വലുത്, ഡിവിഷൻ ബെഞ്ചാണോ വലുത് എന്നുള്ള തർക്കത്തിന്. കാരണം ഇപ്പോൾ ഇവിടെ മുസ്തഫ പറഞ്ഞപ്പോഴാണെങ്കിലും വസന്ത് പറഞ്ഞപ്പോഴാണെങ്കിലൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പക്ഷം ചേർന്ന് പറയുന്നത്. രണ്ട് കാര്യം കൊണ്ട് ശരിയുണ്ട്. കാരണം കോടതി, ഈ രണ്ട് കോടതികളും ഓരോ ഘട്ടങ്ങളിൽ പറഞ്ഞപ്പോൾ കോടതി വളരെ കൃത്യമായിട്ടും അന്വേഷണം ഇഴയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശങ്കർദാസിന്റെ ഈ അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് കോടതി ഇത്രയും രൂക്ഷമായി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. കാരണം അറസ്റ്റ് വൈകുന്നതിന് പിറകിലുള്ള കാരണങ്ങൾ പോലും എന്താണ് കാരണം പോലും ചൂണ്ടിക്കാട്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ നിരീക്ഷണം ശക്തമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിന് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇത് ഈ സാധാരണ പരൽ മീനുകളല്ല. അപ്പം ബസന്ത് തന്നെ അവിടെ പറഞ്ഞല്ലോ, പരൽ മീനുകളെ പിടിച്ചിട്ട് കാര്യമില്ല, അതിനപ്പുറത്തുള്ള വലിയ സ്രാവുകളുണ്ട്. ആ സ്രാവുകൾ പിടിക്കപ്പെടണം. ആ പിടിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ സ്രാവ്
ഏത് വലത് സ്രാവാണോ ഇടത് സ്രാവാണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും സ്രാവുണ്ട് എന്ന് കോടതിക്ക് പോലും ബോധ്യമാണ്. അപ്പം അത് അവിടേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതിപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു, സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ പക്ഷെ ആ പാളികൾ മോഷ്ടിക്കപ്പെട്ടിട്ട് അതെവിടെ തിരിച്ചു പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്വർണ്ണപ്പാളികളുടെ ഒരു അംശം പോലും തിരിച്ചു പിടിക്കുന്നതിലേക്ക് പോയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് കുറ്റപത്രം കൊടുത്തിട്ട് ഈ കട്ടു എന്ന് പറയുന്ന സാധനം എവിടെ, കളവ് മുതൽ എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കളവ് മുതൽ പോയ സ്ഥലങ്ങൾ വരെ പോകുമ്പോഴേക്കും ഇത് പലപ്പോഴും വലിയ സ്രാവുകളിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത. നമ്മൾ കോടതിക്ക് പൂർണ്ണമായിട്ടും ഇത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. SIT സ്വാഭാവികമാണ്. കാരണം SITയിൽ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ കോടതി പോലും 3-4 തവണ പറഞ്ഞിട്ടുണ്ട്. ആ 3-4 തവണ പറയുന്ന ഘട്ടമുള്ളത് കൊണ്ട് തന്നെ SITക്ക് ഇനി അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് നീങ്ങാൻ പാടും. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണല്ലോ. അപ്പോൾ അവരങ്ങനെ രാഷ്ട്രീയം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് കോടതി പറയുന്ന വമ്പൻ സ്രാവുകൾ, അത് ഏത് ഇടതായാലും വലതായാലും ഉണ്ടാവുന്ന ഈ സ്രാവുകൾ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം. കൊച്ചിയിൽ നിന്നും പോയിട്ട് ഇത് എവിടെ സ്രാവാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഒരു 3 അറസ്റ്റ് കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം കോടതിയെ SIT അറിയിച്ചിട്ടുണ്ട്. ആ 3 അറസ്റ്റിൽ ആരൊക്കെയാണ് പെടുക? നേരത്തെ ചോദ്യം ചെയ്തവരിൽ ചിലർ പെടുമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇടതിലും വലതിലുമുള്ളവർക്ക് നെഞ്ചിടിപ്പേറുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അറസ്റ്റിലാകപ്പെടുന്നവരെയും കുറ്റപത്രം വരെ കാക്കുമോ പാർട്ടിയിൽ തുടരാൻ എന്നുള്ള കാര്യം രണ്ടു കൂട്ടരും ആലോചിക്കേണ്ടതുമാണ്. VPP മുസ്തഫ, ഇനി അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതിലേക്ക് തുടക്കം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഘമാണല്ലോ ആദ്യം ചർച്ചയായത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ പണമോ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുള്ളപ്പോൾ ഇതൊക്കെ തന്നെയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉദ്ദേശിച്ച പണം സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമായില്ല. അപ്പോൾ എവിടെ നിന്നാണ് പൈസ എടുത്തത്? ദേവസ്വം ബോർഡിൽ നിന്നും. ആ ദേവസ്വം ബോർഡിന്റെ പൈസ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ ഇതിലെന്താണ് മറുപടി? ഞങ്ങൾക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞ വിഷയവും ഇതേ പറഞ്ഞ ഞങ്ങൾക്ക് മാത്രം വിശ്വാസമുള്ളതും എന്നാൽ അഡ്വക്കേറ്റ് ബസന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിശ്വാസമില്ലാത്തതുമായ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് അവർ തന്നെയാണല്ലോ ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ പറഞ്ഞത്, എങ്ങനെ നടത്തണം എന്നുള്ളത്. അത് സിംഗിൾ ബെഞ്ച് അല്ലല്ലോ പറഞ്ഞത്, അത് പറഞ്ഞതും ഈ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്. ആ ഡിവിഷൻ ബെഞ്ച് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ച് നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ദേവസ്വം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ ഉണ്ടാകും. അത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഏത് കാര്യത്തിലായാലും അത്തരത്തിൽ കാര്യങ്ങൾ നേരെ ചൊവ്വെ കൊണ്ടുപോകണം. അതിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് ശരിയല്ല, ഡിവിഷൻ ബെഞ്ചേ ശരിയുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. സിംഗിൾ ബെഞ്ച് പറഞ്ഞ കാര്യത്തിലും അഡ്വക്കേറ്റ് ബസന്ത് ഞങ്ങൾക്ക് യോജിപ്പാണ്. അവർ ഈ SITയോട് നിങ്ങൾ എന്തേ വമ്പൻ സ്രാവുകളെ പിടിക്കാത്തത് ശരിയാണ്, സോണിയാഗാന്ധിയുടെ അടുത്ത് പോകേണ്ടതല്ലേ? സോണിയാഗാന്ധിയല്ലേ ഇതിനകത്തെ ഏറ്റവും വലിയ വമ്പൻ സ്രാവ്? നോക്കൂ ശ്രീ VPP മുസ്തഫ, ഓഡിറ്റ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു, അല്ലെങ്കിൽ ഇടത് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ള വിമർശനമാണല്ലോ വന്നിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന സമുദായ നേതാക്കളെ അടക്കം കൊണ്ടുവന്നതും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്റെ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതുമൊക്കെ അന്ന് വലിയ ചർച്ചയായതുമാണ്. ആ പരിപാടിയിലൂടെ ഈ സമുദായങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷം വെച്ചു പുലർത്തിയിരുന്നത്. ആ പരിപാടിയിലേക്ക് സർക്കാരിന്റെ പണം ചിലവഴിച്ചു, അതിൽ ക്രമക്കേടുണ്ട് എന്ന ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അതും അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ആർക്കെതിരെ അന്വേഷിക്കണമെന്നാണ് അങ്ങിപ്പോൾ തുറന്ന മനസ്സോടെ പറയുന്നത്? ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സ്മൃതി എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കുക, നമ്മളൊരു പാനലാണല്ലോ. പാനലിസ്റ്റുകൾ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചും ഞങ്ങളുടെ നിലപാടിനെ കുറിച്ചും കുറച്ച് പറഞ്ഞാൽ അതും കൂടി പരാമർശിച്ചു പോവുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണ്. ഇനി സ്മൃതിയുടെ കോടതിയിൽ അത് പറ്റില്ലെങ്കിൽ ബസന്തിന്റെ കാര്യം എനിക്ക് മറുപടിയില്ല. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇന്നത്തെ ദിവസം 7:45 വരെ നമ്മുടെ ചർച്ചയുള്ളൂ. അപ്പൊ ഞാൻ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യം അങ്ങോട്ട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങേക്ക് വിമർശനം പറയാൻ ഞാൻ അങ്ങേക്ക് തുടക്കത്തിലും ഒരുപാട് സമയം നൽകിയതാണ്, അങ്ങേക്ക് പറയാം. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൊന്നും പറയുന്നേ
ആർക്കെതിരെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്? താങ്കൾ ഒരു കാര്യവും കാണിച്ചിട്ടില്ല. ഒരുപാട് സമയമൊന്നും തന്നിട്ടില്ല. എല്ലാവർക്കും കൊടുത്ത സമയമേ എനിക്ക് തന്നിട്ടുള്ളൂ. താങ്കൾ എന്തോ വലിയ ഔദാര്യം എന്നോട് കാണിച്ചു എന്നൊന്നും പറയല്ല. അങ്ങനെ CPM പ്രതിനിധിയോട് കാണിക്കുന്ന ഒരാളല്ല താങ്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഞാൻ തുടങ്ങിയത് ഏതിൽ നിന്നാ? താങ്കൾ പറഞ്ഞ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സമീപനത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ഞാൻ തുടങ്ങിയത്. അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ലല്ലോ. അതിലേക്ക് വരാൻ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ വിഷയത്തിലുള്ള കാര്യം കൂടി പരാമർശിച്ചു പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ബസന്ത് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ അവിശ്വാസമൊന്നുമില്ല. അവിടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ SIT വമ്പൻ സ്രാവുകളെ പിടിക്കണം, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാറിന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്, ബെല്ലാരി ഗ്യാങ്ങിന്റെ സംരക്ഷകരുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്, കർണാടകത്തിലെ അങ്ങനെയുള്ള കോൺഗ്രസിന്റെ വമ്പൻ തൊക്കുകളുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. ആ നിലയിൽ ഈ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ കുറെ കൂടി പോരാ സ്പീഡെങ്കിൽ കുറെ കൂടി ചടിലമാകണം, SIT കുറെ കൂടി ശക്തമായിട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വേവലാതിയുമില്ല. ഞങ്ങൾ പറഞ്ഞെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ വിഷയം നിങ്ങൾ നോക്കൂ. എന്താ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്താൻ അവർ നേരത്തെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ആ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ വലിയ വെപ്രാളം കുറച്ചു പേർക്കുണ്ടായി. ഇതേ കോടതിയിൽ ഉൾപ്പെടെ, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയല്ലോ. എന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ നോക്കിയില്ലേ? ഈ അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടില്ലേ? പക്ഷെ കോടതി അത് തള്ളിക്കളഞ്ഞു, അത് പരാജയപ്പെട്ടു. എന്നിട്ട് നിങ്ങളോട് നടത്തിക്കോളൂ അയ്യപ്പ സംഗമം. പക്ഷെ അതിന് സർക്കാരിന്റെ പണമോ ദേവസ്വം ബോർഡിന്റെ പണമോ എടുക്കരുത്. ഇതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദമായ ഓഡിറ്റ് റിപ്പോർട്ടിൽ, അതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ആ പരിപാടിയുടെ വിശദമായ ഓഡിറ്റ് റിപ്പോർട്ട് ആയിട്ടില്ല. നോക്കൂ, ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. അതിൽ ക്രമക്കേട് ഉണ്ടെന്നാണെന്നേ, നഷ്ടം സംഭവിച്ചു എന്നാണെന്നേ. 3,40,00,000 രൂപയുടെ നഷ്ടം. അത് താങ്കൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടില്ല. കാരണം അതിന്റെ മുഴുവൻ വരവ് ചെലവ് കണക്കുകളുമായിട്ടില്ല. ഇന്നിപ്പോ നിലവിലുള്ള ചെയർമാൻ ശ്രീ ജയകുമാർ ഇത്തരം വാർത്തകൾ പ്രചരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 4 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, 3.25 കോടി രൂപ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഇനിയും കുറച്ച് തുക കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ഓരോരുത്തരുടെയും ബില്ല് കിട്ടുന്ന മുറക്ക് ലഭ്യമാകുന്ന സ്പോൺസർഷിപ്പ് തുക ഉപയോഗിച്ച് കൊടുത്തു പോകുന്നു. ഇതിനെ സംബന്ധിച്ച് 17-ാം തീയതി ചേരുന്ന ബോർഡ് യോഗം ഒന്നുകൂടി പരിശോധിക്കും. ഇവിടെ ഹൈക്കോടതിയുടെ മുമ്പാകെ ഓഡിറ്റ് റിപ്പോർട്ടല്ല വന്നിട്ടുള്ളത്, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. രണ്ടും രണ്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് വേറെയാണ്. അത് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് സംവിധാനം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ബോർഡിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ പരിശോധിച്ച് തയ്യാറാക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നിട്ടുള്ളത് ദേവസ്വം കമ്മീഷണറുടെ ഈ പരിപാടിയെ സംബന്ധിച്ച റിപ്പോർട്ടാണ്. സ്പെഷ്യൽ കമ്മീഷണർ മുഖേനയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ട്, സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പറയുന്ന രൂപയുടെ കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഈ ഘട്ടത്തിൽ ഇതിനോടുള്ള പ്രതികരണം. അല്ല, അതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ സ്മൃതി. ശരി, പറയൂ. ഒരു മിനിറ്റ് പറയൂ മുസ്തഫ. ഞാൻ അടിവരായിട്ട് പറയുന്നു, താങ്കൾ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടല്ല, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടുമല്ല, ദേവസ്വം കമ്മീഷണർ സോമോട്ടോ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. അത് തിരികെ കിട്ടിയിട്ടില്ല. സ്പോൺസർഷിപ്പ് തുക മുഴുവൻ കിട്ടുമ്പോഴേ അത് അടക്കാൻ കഴിയൂ എന്നാണ് ഇന്ന് ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പൊ ഈ സ്പോൺസർമാർ നേരത്തെ തന്നെ പൈസ കൊടുക്കുകയല്ലേ സാധാരണഗതിയിൽ? പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത്ര മാസം കഴിഞ്ഞിട്ടൊന്നും സ്പോൺസർമാർ കൊടുത്തില്ലേ? പറ്റിച്ചോ? റിപ്പോർട്ടർ ചാനലിന് അറിയാലോ, നിങ്ങളൊരു മെസ്സിയുടെ ഫുട്ബോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് എന്താ ഉണ്ടായതെന്ന്. ചില സംഗതികൾ അങ്ങനെ ഉണ്ടാകും. എന്താണെന്ന് എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല. വാഗ്ദാനം ചെയ്ത തുക അവർ ചിലപ്പോൾ സമയം എടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് നമുക്കറിയാലോ. ഇവിടുത്തെ സ്പോൺസർ പൈസ കൊടുക്കാത്ത പ്രശ്നമാണോ ഉണ്ടായിരുന്നത്? അല്ലല്ലോ.
അതല്ല, അറിയില്ല. ഞാൻ പറഞ്ഞില്ല, സൂക്ഷ്മമായിട്ട് അറിയില്ല. അപ്പൊ ആ താരതമ്യം ശരിയല്ല. സമീപനത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അങ്ങ് പറ്റാത്തൊരു ബോധ്യപ്പെടാനുള്ള ഉദാഹരണം കാര്യം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. പോട്ടെ, അപ്പൊ പോട്ടെ. അതുകൊണ്ട് അല്ലല്ല, സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നിങ്ങളുടെ ചാനലിന് തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണെന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ കാര്യം അറിയേണ്ട കാര്യമില്ല. പണം ഇല്ല, കൊടുത്തിരിക്കണമെന്നില്ല. ഇവിടെ ചിലപ്പോൾ സ്പോൺസർ സമയമെടുത്ത് തന്നെയാണ്. നോക്കാം, ചിലപ്പോൾ സമയമെടുത്ത് നോക്കാം. ഇവിടെ സ്പോൺസർ തന്നെയായ മാനേജ്മെന്റ് അക്കാര്യത്തിൽ പണം മുഴുവൻ കൊടുത്തു എന്നുള്ളതാണല്ലോ പറഞ്ഞില്ല. അവിടെ ഒരു ആ തർക്കമല്ലല്ലോ. അതങ്ങനെ ഞങ്ങൾക്കറിയാമെന്ന രൂപത്തിൽ അങ്ങ് പറയുന്നത് അതല്ല വിഷയം. രണ്ടും തമ്മിൽ ഒരു താരതമ്യമില്ല. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് ബസന്തറിയിലേക്ക് പോകുന്ന അഡ്വക്കേറ്റ് ബസന്തറി, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡല്ല എന്ന് പറയുന്നു, സ്പെഷ്യൽ കമ്മീഷണറാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ വേറൊരു റിപ്പോർട്ട് കൊടുക്കും, ദേവസ്വം ബോർഡ് പിന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കും, അങ്ങനെയൊക്കെയാണോ? രണ്ട് കാര്യങ്ങൾ സ്മൃതി. ഒന്ന്, വെറുതെ അങ്ങ് ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിക്കോ എന്ന് കോടതി പറയുകയായിരുന്നില്ല. ആറ് ഹർജികളാണ് കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ട പ്രകാരം ദേവസ്വം ബോർഡിനോട് അഫിഡവിറ്റ് സമർപ്പിക്കുന്നുണ്ട്. അതായത് സത്യവാങ്മൂലം. ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി, സ്പോൺസർമാരുണ്ട്, 1 രൂപ പോലും, നയാ പൈസ പോലും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി, ഈ സംഗമം ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ആ അഫിഡവിറ്റിൽ ദേവസ്വം ബോർഡ് പറഞ്ഞത്. എൻ്റെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, സെപ്റ്റംബർ മാസം 20-ാം തീയതി 2025 ഈ പരിപാടി നിങ്ങൾ നടത്തുന്നത്. അതായത് ഇനി 9 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 5 മാസമാകും. അതായത് ഏതാണ്ട് അര ആണ്ട് കഴിഞ്ഞു ഈ പരിപാടി കഴിഞ്ഞിട്ട്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ശബരിമല മാസ്റ്റർ പ്ലാനിൽ എന്തെങ്കിലും മുമ്പോട്ട് പോകൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്കോ ശബരിമല മാസ്റ്റർ പ്ലാനോ ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്ന നടപടികൾ? ഉത്തരം പറയാമോ? 2, സെപ്റ്റംബർ മാസം 20, 2025, അതായത് 5 മാസം മുമ്പ് നടന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ മറ്റേ കർട്ടൻ അഴിക്കാൻ വന്നവനും പന്തൽ കെട്ടാൻ വന്നവനും ഇതുവരെ കുറി തന്നില്ല കേട്ടോ, അതുകൊണ്ട് റിപ്പോർട്ടായില്ല എന്ന് പറഞ്ഞാൽ അത് മടക്കി അങ്ങ് അട്ടത്ത് വെച്ചാൽ മതി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം 5 മാസമായിട്ട് ഊരാളുങ്കലിന് കൊടുത്ത ടെൻഡറാണല്ലോ, ഊരാളുങ്കലാണല്ലോ പണി നടത്തിയത്. ബാക്കിയുള്ളവരെയും നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചായിരുന്നല്ലോ. അവരുടെ ഒന്നും ഇത് കിട്ടിയില്ല, കുറി കിട്ടിയില്ല, റെസിപ്റ്റ് കിട്ടിയില്ല, ബില്ല് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുടന്തുന്നത് അതിൽ നിങ്ങൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റാണ് ഓരോ ചെയറിനും കൊടുത്തത്. പെർ ഹെഡ് എന്ന് ഞാൻ പറയില്ല, കാര്യം അവിടെ തലകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ചെയറുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ ചെയറിനും 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ്. നോക്കൂ, 8 കോടി രൂപ അല്ലെങ്കിൽ 6 കോടി രൂപ എന്നിരിക്കട്ടെ, സ്മൃതി 600 പേര് പങ്കെടുക്കുന്ന ഒരു പദ്ധതിയിൽ, ഒരു പരിപാടിയിൽ 6 കോടി രൂപ ചെലവ് എന്ന് പറയുമ്പോൾ പെർ ഹെഡ് 1 ലക്ഷം രൂപ ചെലവാ. പെർ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയ കസേരകൾക്ക്, ഒരു കസേരയ്ക്ക് 1 ലക്ഷം രൂപയുടെ ചെലവ്. എന്ത് അഴിമതി അതിനകത്ത് നടക്കുന്നത്? വളരെ കൃത്യമായി അത് കോടതിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിനെ തന്നെ, നിങ്ങൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെ തന്നെ അപ്പാടെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന കണക്കിനാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന കേക്ക്, നിങ്ങളുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് വരും ദിവസങ്ങളിൽ കൃത്യമായ ആ കാര്യത്തിൽ നിലപാട് പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ കോടതി അലക്ഷ്യത്തിനടക്കം നടപടി നേരിടേണ്ടി വരും. പിന്നെ സ്മൃതിയുടെ കോടതിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ കോടതിയെ ഒന്ന് പേടിച്ചോണം കേട്ടോ. കെ സച്ചിദാനന്ദൻ പണ്ട് ഇവർക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ വാഴ്ത്തിപ്പാടിയ കോടതിയാണ്. പിന്നീട് ഇപ്പോൾ പി രാജീവ് അടക്കമുള്ളവർ സച്ചിദാനന്ദൻ മാഷിനെ സംഖ്യയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവരുടെ കോടതി, അതാണ് ഇവരുടെ നടപടി. ശരി, ശ്രീ എസ് സജീവൻ, ഈ വിഷയത്തെ കൂടി അങ്ങയുടെ പ്രതികരണം അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നേരത്തെ വസന്ത് ശ്രീയക് പറഞ്ഞതുപോലെ ആ പരിപാടിക്കെതിരെ ഹർജികൾ വന്നിരുന്നു. അപ്പോൾ ഹർജികൾ വരുമ്പോൾ കോടതി ആ പരിപാടി നടത്തിക്കോളൂ, പക്ഷേ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വായ്പ എടുത്തു എന്ന് പറയുന്നത് തിരിച്ചു ഇട്ടിട്ടില്ല. ഈ പറയുന്ന സ്പോൺസർമാരുടെ പണം ഇനിയും കിട്ടാനുണ്ട് അത്രേ. എന്ത് തോന്നുന്നു? ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ സ്വർണ്ണ പ്രശ്നം നടത്താറുണ്ട്, താമ്പൂല പ്രശ്നം നടത്താറുണ്ട്. അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അവിടെ വർഷത്തിൽ 2 തവണ മണ്ഡല വിളക്കിൻ്റെ കാലത്തും മകരവിളക്കിൻ്റെ കാലത്തും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വരുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള അയ്യപ്പ സംഗമം. ഇതിനൊക്കെ അപ്പുറത്ത് എന്തിനാണ് ഈ അയ്യപ്പ സംഘം സംഘടിപ്പിച്ചതെന്നുള്ള കാര്യം അന്ന് മുതൽ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കുറേ ആളുകൾ വന്നിരുന്ന് പ്രസംഗം നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിന് വിദഗ്ധന്മാർ വേണം. അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള
സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ വേണം. അപ്പോൾ ഇതൊന്നുമല്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട കാര്യം അന്ന് കോടതി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ വസന്ത് പറഞ്ഞ വളരെ ശരിയാണ്. ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിനോ ഭരണസമിതിക്കോ നഷ്ടപ്പെടില്ല, ഈ ദേവസ്വത്തിന്റെ സ്വത്ത് എടുക്കുന്ന പണം എടുക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നതിൽ വിരോധമില്ല, അയ്യപ്പ സംഗമം നടത്തുന്നതിൽ വിരോധമില്ല എന്ന് കോടതി പറഞ്ഞ് സ്പോൺസർമാരെ വെച്ച് ആർക്കും നടത്താവുന്നതാണ്. പക്ഷേ ഇതിന്റെ അനിവാര്യത എന്തായിരുന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്രയും കോടി രൂപ ചെലവഴിച്ചിട്ട് എന്ത് കാര്യമാണ് നേടിയിട്ടുള്ളത്? ഒന്നാമത്തേത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ആളുകൾ വന്നിരുന്ന് തയ്യാറാക്കാവുന്ന കാര്യമേ അല്ല. അങ്ങനെ ഇരുന്ന് തയ്യാറാക്കിയത് നമ്മൾ അന്ന് കണ്ടില്ല. അവിടെ ചില പ്രസംഗങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളൊക്കെ ഈ ഇവിടുത്തെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വന്നുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പം സത്യത്തിൽ അതൊരു പ്രഹസനമാണ്. രണ്ടാമത്തെ കാര്യം, അയ്യപ്പ സംഗമം ഇതേ സമയത്ത് നന്നായി അവിടെ കയറാൻ പറ്റാത്തത്ര, അവിടെ പാസ് കൊടുത്താൽ പോലും കയറാൻ പറ്റാത്തത്ര ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഭക്തന്മാർ അവരാണ്. അവർക്ക് ഭിക്ഷ ആയിട്ട് അവർക്ക് എന്താണ് സർക്കാരിൻ്റെ ചെലവിൽ തന്നെ അവർക്ക് ഭോജനം കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഇവിടെ ഒരു കുറേ ആളുകൾ വിളിച്ച് വസന്ത് പറഞ്ഞ പോലെ ഈ വെൽക്കം ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അത് നടത്തേണ്ട കാര്യം എന്തായിരുന്നു? അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു അനിവാര്യതയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പരിപാടിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആർക്കാണ് അതിൽ സംശയമുള്ളത്? അത് രാഷ്ട്രീയ താല്പര്യമുള്ള പരിപാടിയായിരുന്നു. അതിനാണ് NSSനെ SNDP യോഗത്തിനൊക്കെ അവരുടെ പിന്തുണ നേരത്തെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ വിളിച്ച് വളരെ കൃത്യമായിട്ട് ബഹുമാനിച്ച് നിർത്തിയത്. അത് സത്യത്തിൽ അയ്യപ്പ സംഗമം സർക്കാർ നടത്തേണ്ടതല്ല, ദേവസ്വം ബോർഡ് നടത്തേണ്ടതല്ല. അവിടെ ജനങ്ങൾ വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ വർഷത്തിൽ കോടിക്കണക്കിന് പോലും പറയാം, ഇത് ഇത്രയും 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഇത്രയും ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ, അതിന് വേണ്ട രൂപത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു യോഗം വിളിച്ചേർത്തിട്ട് അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാണ് വേണ്ടത്. അത് നടന്നിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഇത്രയും ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ രൂപ ദേവസ്വത്തിന് പോയി എന്നുള്ളൂ. അതിനിപ്പോൾ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് മാറ്റി പറയാൻ പറ്റുക? ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറാണ്, പുറമേയുള്ളത് ഒരാളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും കോടതി ഇത് ശക്തമായ രൂപത്തിൽ വിലയിരുത്തേണ്ട. കാരണം വിലയിരുത്തുക മാത്രമല്ല, കോടതി ഇതിൽ അഭിപ്രായം പറയേണ്ടതാണ്. വേണമെങ്കിൽ കോടതി അലക്ഷ്യത്തിന് പോലും കേസെടുക്കേണ്ടതുണ്ട്. കാരണം അത്ര മോശമായ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല. അത് ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും കോടി ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് ശ്രീ VPP മുസ്തഫ. അതെ, ഞങ്ങൾക്ക് ഇവിടെ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ ഇവിടെ ചെക്കുട്ടിയും അതുപോലെ വസന്തും ഒക്കെ പറഞ്ഞ പോലെ കോടതിയുടെ മുമ്പാകല്ലേ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സോറി സജീവനാണുള്ളത്. സോറി കാരണം എന്താ വെച്ചാൽ പേര് കിട്ടിയില്ല, ഞാൻ TV കാണുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമാണ്. സോറി സജീവട്ടാ. പിന്നെ ജാബർ, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ പരിപാടി നടത്താൻ അനുമതി കൊടുത്ത ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ്. അവരത് പരിശോധിക്കും. അവിടെ കോടതി അലക്ഷ്യം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കട്ടെ എന്ന് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, തുറന്നു പറഞ്ഞല്ലോ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. പക്ഷെ ഇപ്പോ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ള ഒരു ത്വരയിൽ അങ്ങ് കയറി കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവില്ലൂ, നാട് മുഴുവൻ ഇരുട്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? എല്ലാ വർഷവും ശബരിമല മണ്ഡലകാലവും അതിന്റെ വ്രതവും അവിടത്തേക്കുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വരവും ഉണ്ട്. പക്ഷെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സാഹചര്യം ഏതാ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയായി. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ക്ലബ്ബ്, ഒരു വായനശാല, ഒരു ചെറിയ വിദ്യാലയം, അവർ പോലും അത് സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ ഒരു മഹത്തായ സ്ഥാപനം അതിന്റെ രൂപീകരണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു, പ്ലാറ്റിനം ജൂബിലി. അതിലൊരു പരിപാടിയായിട്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം വെച്ചത് പന്തളത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ. അങ്ങനെ വെച്ച പരിപാടിയെ കുറിച്ചിട്ടാണ് ഇലക്ഷൻ സ്റ്റണ്ടാണ്, രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയത് വലതുപക്ഷത്തിന്റെ നേതാക്കൾ, ബസന്തിന്റെ നേതാക്കൾ. പക്ഷെ ആ വാദങ്ങളാണ് കോടതി തള്ളിക്കളഞ്ഞത്. എന്നിട്ട് ഉപാധികളോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള അയ്യപ്പ സംഗമം നടത്താം.
കോടതി ശരി, ചോദിച്ചു അങ്ങനെയെങ്കിൽ എന്താണ് അതുകൊണ്ട് കിട്ടാവുന്ന റിസൾട്ട് ഈ ശരി. പ്ലാറ്റിനം ജൂബിലിയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം. ശരി, അങ്ങീ പറയുന്ന ഈ ദേവസ്വം ബോർഡിന്റെ ഈ പ്ലാറ്റിനം ജൂബിലി എന്ന രൂപത്തിലാണ് ഇത് പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കരുത് എന്ന് കോടതി എന്തിനു പറയണം? അല്ല, അത് പറഞ്ഞല്ലോ. കാരണം പൊതു സ്വത്ത് ഇതുപോലെ മറ്റൊരു ആഘോഷ പരിപാടിക്കായിട്ട് ചെലവഴിക്കരുത്, അതുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. കാരണം അന്ന് വന്ന വിമർശനങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും കോടതിയും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു ഉപാധി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നടത്താനേ പാടില്ല എന്നാണെങ്കിൽ കോടതിക്ക് ഈ പറഞ്ഞ പരാതികൾ സ്വീകരിച്ചിട്ട് ഈ അയ്യപ്പ സംഗമം വേണ്ട, ഇത് ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ്, നിങ്ങൾ ഇത് രാഷ്ട്രീയ പരിപാടിയാണ്, കോടതിക്ക് അത് തള്ളിക്കളാമായിരുന്നില്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് കോടതിക്ക് അത് പരിപാടി നടത്തുന്നതിനെ എന്തിനു കോടതി എതിർക്കണം? ആക്ഷേപിച്ചതുകൊണ്ടോ നിങ്ങൾ അധിക്ഷേപിച്ചതുകൊണ്ടോ അത് ഇരുട്ടാകില്ല. ഏറ്റവും ഗംഭീരമായിട്ട് ആ പരിപാടി നടത്താൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങൾ 600, നിങ്ങൾ 100, നിങ്ങൾ മറ്റേ വെൽക്കം ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ബോധ്യമുണ്ട് എന്താണ് അവിടെ നടന്നത്. പിന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് അന്ന് സമ്മേളനം നടത്തി അതിന്റെ ഒരു ലക്ഷ്യം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മാസ്റ്റർ പ്ലാൻ ആവില്ലല്ലോ. നമ്മൾ ഇത്തരം സെമിനാറുകൾ നടത്തുന്നത് എങ്ങനെയാണ്? ഇത്തരം നിർദ്ദേശങ്ങൾ നടത്തുന്നത് അത്തരം സെമിനാറുകളിലോ മറ്റും പങ്കെടുക്കാത്ത ആളല്ലല്ലോ വസന്തും അതുപോലെ തന്നെ സജീവനൊക്കെ. നമ്മുടെ നാട്ടിൽ ചില പരിപാടികൾ നടത്തുമ്പോൾ ഒരു ഔട്ട്ലുക്ക്, പൊതു ഔട്ട്ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിരവധി സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ വിളിക്കും. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതെല്ലാം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിക്ക് കൊടുത്ത് അവർ തന്നെയാണല്ലോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുകളും DPRകളും തയ്യാറാക്കി ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അടച്ചിട്ട റൂമിൽ ഏതാനും വിദഗ്ധർ മാത്രം പങ്കെടുത്തിട്ടല്ലോ, ഇതെല്ലാം കാണേണ്ടതാണ്. അല്ല, അപ്പൊ ഇത്രയും കോടികൾ ചെലവഴിച്ചു, ഈ പറയുന്ന സ്പോൺസർഷിപ്പിലൂടെ ഈ കോടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു, ആ കോടികൾ ഒട്ടും കിട്ടിയതുമില്ല, സ്പോൺസർമാർ പറ്റിച്ചു, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പൈസ പോയി, സർക്കാരിന്റെ പൈസ പോയി, ഇതിലിപ്പോൾ കോടതിയുടെ വിസ്തീർണം നൽകേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് വസന്ത് സുരേഖ് അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഗ്ലോബൽ അയ്യപ്പ സമ്മിറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സർക്കാരാണ്, അത് അവരുടെ പൊളിറ്റിക്കൽ എക്സസൈസ് ആണ് എന്ന് എനിക്കും അറിയാം, സ്മൃതിക്കും അറിയാം, ഇത് പറയുന്ന VPPക്കും അറിയാം. സഹാവ് VPP അത് അറിയാത്ത ആളൊന്നുമല്ല. അപ്പോൾ ആ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തിയതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതാ ഈ പറയുന്ന കോടതി, ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ജൂബിലി സെലിബ്രേഷൻ, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനൊരു സബ്മിറ്റ് നടത്തുന്നു. ആ സബ്മിറ്റ് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് നിങ്ങൾ നൽകിയ അഫിഡവിറ്റ്. നിങ്ങൾ നൽകുന്ന അഫിഡവിറ്റ് 1000 കോടി രൂപയുടെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത്, അതാണ് അതിൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. മാർഗം എന്തും ആയിക്കോട്ടെ, ലക്ഷ്യം ഇതാണ് എന്നാണ് നിങ്ങൾ കോടതിയിൽ പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത്, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞൊക്കെ പൊക്കട്ടെ, കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം, കഴിഞ്ഞ 5 മാസക്കാലമായി ഈ 1000 കോടി രൂപയുടെ പ്രൊജക്റ്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്ത് മൂവ്മെൻ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിച്ചത്? അത് പറഞ്ഞാൽ മതി VPP, അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. 2, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെപ്റ്റംബർ മാസം 1500 രൂപ പെർ ഹെഡ് വെൽക്കം ഗിഫ്റ്റ് കൊടുത്ത് ഏതാണ്ട് 8-9 കോടി രൂപ മുടക്കി അയ്യപ്പ സമ്മിറ്റ് നടത്താൻ പറ്റിയ നിങ്ങൾക്ക് നവംബർ മാസം അവരെ മല ചവിട്ടാൻ വന്ന അയ്യപ്പന്മാർക്ക് കരിങ്ങാലി വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് കരിങ്ങാലി വെള്ളം പോലും കിട്ടാതെ തലകറങ്ങി അയ്യപ്പ ഭക്തന്മാർ അവിടെ വീഴുമ്പോൾ ബയോ ടോയ്ലറ്റുകൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയേണ്ടി വന്നത് ഈ മാധ്യമങ്ങളിലുണ്ട്, റിപ്പോർട്ടറിൽ അതിന്റെ ആർക്കൈവ് ഉണ്ട്, വേണമെങ്കിൽ സ്മൃതി ഒരു പക്ഷേ അങ്ങേക്ക് കാണിച്ചു തരുമായിരിക്കും. അതായത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ നിങ്ങൾ അയ്യപ്പ സമ്മിറ്റ് നടത്തിയ 1 മാസം കഴിയുമ്പോൾ വിളിച്ചു പറയേണ്ടി വരികയാണ്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, വരുന്ന അയ്യപ്പ ഭക്തർക്ക് ബാത്റൂമിൽ പോകാൻ ബയോ ടോയ്ലറ്റുകളില്ല, കൊടുക്കാൻ കരിങ്ങാലി വെള്ളം കൊടുക്കാനുള്ള സംവിധാനമില്ല എന്ന് പറയേണ്ടി വന്നത് അവിടെയാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഇത് നടത്തിയതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇത്രയും കോടി രൂപ മുടക്കി അത് നടത്തുമ്പോൾ കുറെ കോടീശ്വരന്മാരെ, കുറെ 10 സെക്കൻഡ് കുറെ കോടീശ്വരന്മാരെ, കുറെ സാമുദായിക നേതാക്കളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തുമ്പോൾ ആ പൈസ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ ഇട്ട പൈസ എടുത്ത് നിങ്ങൾ പുട്ടടിക്കുമ്പോൾ ആ അയ്യപ്പ ഭക്തന്മാർക്ക് വെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കോടതിയിൽ എന്ത് റിപ്പോർട്ടാണ് നൽകുന്നത്? വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, അഡ്വക്കേറ്റ് വസന്ത് സുരേഖ്, ശ്രീ A. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.